ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഫയൽ ഇവിടെ വെച്ച ഇവന്റെ സ്വഭാവം വെച്ച് ഇവനിത് അടിച്ചു മാറ്റും. എന്നിട്ട് എന്തെങ്കിലും ഒരു വേല ഒപ്പിക്കും. അത് വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോകും. എടാ, അവൻ ഹരിചന്ദ്രനായ മന്ത്രിയല്ലേ? നാട് നന്നാക്കാൻ ഇറങ്ങിയ നല്ലവനായ രാഷ്ട്രീയക്കാരൻ. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒന്നും അത്തരം സൗജന്യങ്ങളൊന്നും അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കൊന്ന് ട്രൈ ചെയ്തൂടെ? സ്വന്തം ആങ്ങളല്ലേ? അവൻ മന്ത്രിയാ. ഞാൻ അവന്റെ സ്വന്തം ചേച്ചി ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു തരില്ലെന്ന് അവൻ പറഞ്ഞത്. ഇത് അവന്റെ നോട്ടത്തിലെ അഴിമതിയാ. ചോദിച്ച് നാണം കെടേണ്ടി വന്നാലും ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കാം. പക്ഷേ നീ അതിനു മുൻപ് ആ ഫയൽ ഒന്ന് വാങ്ങിച്ച് സ്റ്റഡി ചെയ്യണം. വല്യമാൻ വരുന്നുണ്ട്. ചായ എടുക്കട്ടെ പ്രതാപ? വേണ്ട ചേച്ചി, ഞങ്ങളിപ്പോ കുടിച്ചേ ഉള്ളൂ. രാജു, ആ സൈൻ ചെയ്യേണ്ട ഫയലിംഗ് എടുത്ത്. This is the most important file. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഫയലാണ്. ഓക്കെ സാർ. പല അഴിമതി ആരോപണങ്ങളും വരാൻ വഴിയുള്ള ഫയലായതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. ശരി സാർ. This should be submitted tomorrow. Okay? ഓക്കെ സാർ. രാജു, ഇതെന്തൊരു അത്ഭുതം! ഞാനെന്താ സ്വപ്നം കാണാണോ? എന്താ? അല്ല, അളിയൻ എന്റെ പേര് വിളിച്ചില്ലേ? അളിയനോ? ആ, അളിയൻ. ഞാൻ നിന്റെ പെങ്ങളല്ലേ കെട്ടിയിരിക്കുന്നത്. അവളെന്റെ പെങ്ങളൊന്നുമല്ല, എന്റെ മുറപ്പെണ്ണ. ഓ, മുറപ്പെണ്ണ്. അതൊക്കെ ഒരു 50 കൊല്ലം മുമ്പല്ലേ? 4 കെട്ടിനകത്ത് 8 കെട്ടിനകത്ത് നടന്ന് ഒരു പെരളി ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വടക്കിനെയിലും തെക്കിനെയിലും കാത്തുനിൽപ്പ്, ഇടനാഴിയിൽ വെച്ചൊരു കെട്ടിപ്പിടുത്തം, കുളപ്പുര കോലായിൽ നിന്ന് ഒരു ഒളിച്ചു നോട്ടം. എന്തായിരുന്നല്ലേ? ആ കാലമൊക്കെ പോയില്ലേ? ഇന്ന് മുറപ്പെണ്ണെന്നൊക്കെ പറയുന്നത് മാത്രമല്ല, ഭാര്യയും അമ്മയും ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാലേ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം സിസ്റ്ററാ. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ. പിന്നെ മുറപ്പെണ്ണാണ്, കെട്ടിയേക്കാം, വീട്ടിലെ പട്ടിയാക്കാന്നൊക്കെ സ്വപ്നം കണ്ട് നീ ഋതിക മാഡത്തിന്റെ പുറകെ കുറെ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ വിറ്റ്നസ്സാ. പക്ഷേ നടന്നത് മാത്രം മെച്ചം. നീ എന്നോട് ഒരുസാൻ വരുവാണോടാ? ഹേയ്, അളിയനല്ലേ എനിക്കിട്ട് പണി തരാൻ നടക്കുന്ന ഏതെല്ലാം തരത്തില്. പക്ഷേ ഒന്നും നടന്നില്ല. നീ ഓരോന്ന് പറഞ്ഞ ടെമ്പറാക്കരുത്. വേണ്ടോ വേണ്ടെന്ന് കരുതി ഞാൻ മാറി നടക്കോ? അങ്ങനെ മര്യാദയ്ക്ക് മാറി നടക്കുന്നതേ അളിയന് നല്ലത്. തടി കേടാവില്ല. ഓട്ടളിയ. എന്തായാലും ഞാൻ അളിയന്റെ പെങ്ങളെ കെട്ടിയതല്ലേ? ആ, അതിരിക്കട്ടെ, എന്തിനാ അളിയൻ എന്നെ വിളിച്ചത്? അത് പറയും. വെറുതെ വിളിച്ചാണോ? അല്ല, ആ ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ എഗ്രിമെന്റ് ഫയലേ എന്നെ ഒന്ന് കാണിക്കോ? അത് ഗവൺമെന്റ് ഫയലാ. അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. ഈ ഫയൽ ഇവിടെ വെച്ച ഇവന്റെ സ്വഭാവം വെച്ച് ഇവനിത് അടിച്ചു മാറ്റും. എന്നിട്ട് എന്തെങ്കിലും ഒരു വേല ഒപ്പിക്കും. അത് വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോകും.
കണ്ടിട്ടുണ്ടോ? നീ തെരുവിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കാണും. ആ ജയചന്ദ്രവർമ്മ സാറിനെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ നാളത്തെ കാര്യം? പിന്നെ വേണം, ഏതായാലും ഓർമ്മിപ്പിച്ച നന്നായി. എടാ, നീ നല്ല കോൺഫിഡൻസോടെ നിന്നാ മാത്രം മതി. കാര്യങ്ങൾ വേഗം വർക്കൗട്ട് ആവും. എനിക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. ആരെ വിളിക്കുന്നു? എടാ സുശീല, ഇത് നിന്റെ ഇലക്ട്രോണിക്സിലെ മാനേജറാണല്ലോ. നീ എടുക്കടാ, അവര് കാര്യങ്ങൾ സ്പീഡാക്കാൻ വിളിക്കുന്നതാ. പറയാം. അല്ല, ആ ജയചന്ദ്രവർമ്മ സാറല്ലേ? ജയചന്ദ്രവർമ്മേ? ഏത് ജയചന്ദ്രവർമ്മ? ഓ അതെ അതെ അതെ, ജയചന്ദ്രവർമ്മ സ്പീക്കിംഗ്. പറയൂ സാറേ, ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നാളെയാണ് ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. നാളെ തന്നെ അതൊന്ന് മിനിസ്റ്ററെ കൊണ്ട് ഒപ്പിടിച്ച് തരണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. മണിമംഗലത്തെ ജയചന്ദ്രവർമ്മ ഒരു കാര്യം ഏറ്റാ, അത് ഏറ്റതാ. ഓക്കെ സാറേ, താങ്ക് യു. മണിമംഗലത്ത് ജയചന്ദ്രവർമ്മയോ? ഏത് മണിമംഗലം? ഏത് ജയചന്ദ്രവർമ്മ? കിടക്കട്ടളിയ ഒരു മണിമംഗലം. നീ എന്താ ആലോചിക്കുന്നേ? അത് എങ്ങനെ ഫയൽ എടുക്കണമെന്ന് ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. നിന്റെ ബന്ധുവീടല്ലേ മന്ത്രി പ്രതാപ് വർമ്മയുടെ വീട്? രാത്രിയില് അതിനകത്ത് ഒളിച്ചു കയറണം, എന്നിട്ട് ഫയൽ മാറ്റി വെക്കണം. അവിടെ അത് മിനിസ്റ്റർ വീടല്ലേ? താഴെയാണെങ്കിൽ പോലീസ് ഡ്യൂട്ടിക്ക് ഉണ്ടാവൂലേ? എന്റെ ജയ, മിനിസ്റ്റർ പ്രതാപ് വർമ്മ താമസിക്കുന്നതേ മന്ത്രി മന്ദിരത്തിലല്ല, സ്വന്തം വീട്ടിലാ. അവിടെ പോലീസ് ഒന്നും ഡ്യൂട്ടിക്ക് കാണില്ല, മനസ്സിലായ? പോലീസിലെന്ന് വെക്കാം. ഇനി എങ്ങനെ പിടിക്കപ്പെട്ടാലോ? ആ, അളിയൻ രാജുവിനെ തിരക്കി വന്നതാണെന്ന് പറയണം. കള്ളത്തരത്തിന് നിനക്ക് എവിടെയാ ജയ പഞ്ഞം? പിന്നെ ചുളുവിൽ കാശ് ഉണ്ടാക്കണമെങ്കിൽ ഒരിത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ ഏറ്റളിയ, എനിക്കൊരു മുതലാളിയാകണം. അകലെ